തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സാന്ദ്ര, ഇത് വൈഷ്ണവി. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്, ഇടുക്കി. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞാണ്. അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കുവൈറ്റിലേക്ക് പോവുകയും അങ്ങനെ ഞങ്ങളെ ഇവിടെ കൃപാസനത്തിനെ പരിചയപ്പെടുത്തുകയും ഞങ്ങളോട് ഇവിടുത്തെ കാര്യങ്ങൾ ആദ്യമായിട്ട് പറയുന്നതും എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ്. ഞാൻ ഞങ്ങൾ രണ്ടുപേരും കോസ്മെറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. 2020 ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതാണ്. 2020 തൊട്ട് 2025 വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും വലിയ മെച്ചമായിട്ട് ഒന്നും കാണപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2020 തൊട്ട് തന്നെ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള പേപ്പർ വർക്കുകൾ നീക്കാനായിട്ട് തുടങ്ങി. ആദ്യം ഞങ്ങൾ മാൾട്ടയിലേക്കാണ് പേപ്പർ വർക്ക് വെക്കാനായിട്ട് തുടങ്ങിയത്. അതേപോലെ പല രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ നോക്കിയെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിജക്റ്റ് ആയി പോവുകയായിരുന്നു. ഒന്നേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പേപ്പർ വർക്കുകളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോവുക, അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുക, മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണേലും നടക്കുമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് 12/4/2025 ഞങ്ങൾ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുവൈറ്റിലേക്ക് തന്നെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊടുത്തു. പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്തെങ്കിലും ആദ്യമേ ഞങ്ങൾ പഠിച്ചതിൻ്റെ ആയിട്ടുള്ള ജോലി ഞങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് ഒരു മാസത്തെ കോഴ്സ് അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഫ്രീ വിസ കിട്ടുമെന്ന് ഞങ്ങളെ അവിടെ ഒരു സാർ അറിയിക്കുകയും ഞങ്ങളങ്ങനെ ഫ്രീ വിസ കോഴ്സ്, അതായത് അക്കൗണ്ടിങ് പഠിക്കാനായിട്ട് ഞങ്ങൾ 1 മാസം കോഴ്സ് അവിടെ ചെയ്തു. 1 മാസം കോഴ്സ് അവിടെ ചെയ്തെങ്കിലും അക്കൗണ്ടിങ് ഫീൽഡ് ഞങ്ങളെ രണ്ടുപേർക്കും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡായിരുന്നു. എങ്കിലും ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവിനോട്, മാതാവേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ, കോസ്മെറ്റോളജി ഫീൽഡിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ജോലി കിട്ടാനായിട്ട് ഞങ്ങൾ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഫ്രീ വിസ തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ട് വന്നു. ഉടമ്പടി എടുത്ത് ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഫ്രീ വിസേനെ പറ്റി നമുക്ക് ഒരറിവും ലഭിച്ചില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ വിസേനെ പറ്റി അവർ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ സുഹൃത്തിൻ്റെ അമ്മ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് പൈസ കൊടുത്ത് തന്നെ വിസ മേടിക്കാം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് നോക്കാം. ഫ്രീ വിസ ആണെങ്കിൽ നമ്മൾ അവിടെ ആ സ്ഥാപനത്തിൽ തന്നെ അക്കൗണ്ടൻ്റായിട്ട് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പൈസ എടുത്ത് തന്നെ വിസ എടുക്കാം, അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിസ പ്രോസസ്സിങ് വീണ്ടും തുടങ്ങി. വിസ പ്രോസസ്സിങ് തുടങ്ങിയതിന് ശേഷം അമ്മ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതേ വിസയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾക്കുള്ള വിസ മാത്രമേ ഇപ്പോൾ കിട്ടുകയുള്ളൂ, ഒരാൾക്ക് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിസ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും +2 തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിസ വന്ന് ആദ്യമേ വന്നത് എൻ്റെ വിസയാണ്. വിസ വന്നതിന് ശേഷം ഒരു 7 മണി 8 മണിയോടെ കൂടെയാണ് എനിക്ക് വിസ വരുന്നത്. വിസ വന്നതിന് ശേഷം അവർ പറയുന്നുണ്ട്, ഒരാൾക്കുള്ള വിസയെ വരുള്ളൂ, മറ്റേ ആൾക്ക് 3 മാസത്തോളം താമസം വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമമായി, കാരണം ഞങ്ങൾ ഒരുമിച്ചല്ലാതെ ഇതുവരെ ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല. അപ്പോൾ ഇവളുടെ വിസ വരാതിരുന്നപ്പോഴത്തേനും എനിക്കത് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടായി. ഞാൻ അമ്മ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്തു. ഞാൻ തന്നെ ഇനി എങ്ങനെയാണ് പോകുന്നത് ഇവളില്ലാതെ? അങ്ങനെ എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായി. എൻ്റെ പ്രാർത്ഥന ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതേ ഇവളെന്നെ വിളിച്ചു.
എനിക്കും വിസ വന്നു. നമുക്ക് ഒരുമിച്ച് പോകാനുള്ള വിസ വന്നു. ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ജോലിക്ക് കിട്ടിയേക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ, ഒരു സലൂണിൽ തന്നെയാണ് ഞങ്ങൾക്ക് വർക്ക് വിസ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെന്നെ വിളിച്ചു. ഞങ്ങൾക്ക് 3 മാസമെന്ന് പറഞ്ഞ കാലാവധി അമ്മ മാതാവ് ഞങ്ങൾക്ക് 10 മിനിറ്റും കൊണ്ട് ഞങ്ങളുടെ 2 പേരുടെയും വിസ ഒരുമിച്ച് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അതിൻ്റെ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ ഞങ്ങൾ വിസയുടെ പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പൈസയുടെ കാര്യത്തിനാണെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒന്നും ആരുമില്ലായിരുന്നു. ചോദിക്കുന്നവരൊക്കെ ആണെങ്കിലും പൈസ തരാമെന്ന് പറയുന്നതല്ലാതെ കാര്യത്തോടെ എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പൈസയൊന്നും ആരും തരുന്നില്ല, ആരും വിളിച്ചാൽ പോലും എടുക്കുന്നില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ഉള്ള സ്വർണം പൊട്ടും പൊടിയെല്ലാം വെച്ച് ഞങ്ങൾക്ക് കൊടുക്കേണ്ട എമൗണ്ട്, ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന 6 ലക്ഷം രൂപയാണ്. അതിൽ പകുതി എമൗണ്ട് ഞങ്ങൾ കൊടുത്തു. അന്നേരം അവർ 2 ദിവസത്തെ കാലയളവ് തന്നു. 2 ദിവസത്തിനുള്ളിൽ ബാക്കി എമൗണ്ടും കൂടെ ഞങ്ങളോട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാതായി. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശ് രൂപവും കൊന്തയെല്ലാം വെച്ച് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പൈസ കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാന്ന് ഞങ്ങൾ അവരെ അറിയിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്തു. ഞങ്ങളോട് അവർ പറഞ്ഞു, നിങ്ങൾ വന്നു കഴിഞ്ഞ് ഞങ്ങളവിടെ ജോലിക്ക് കയറിയതിന് ശേഷം ഇൻസ്റ്റാൾമെൻ്റായിട്ട് ബാക്കി വിസയുടെ പൈസ അവരെടുത്തോളാം, നിങ്ങളിപ്പോൾ തന്ന എമൗണ്ട് മതിയെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇതുവരെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് വിസ വരണമെങ്കിൽ തന്നെ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കണമായിരുന്നു. ഇത് ഞങ്ങളോട് ബാക്കി ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം, ജോലിക്ക് കയറിയതിന് ശേഷം അവർ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഞങ്ങളുടെ പൈസ പിടിച്ചോളാം, അങ്ങനെ അവർക്ക് കൊടുക്കേണ്ട പൈസ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിസ തന്നു. അമ്മയുടെ ഇടപെടലിൽ അവിടെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വിസ വന്ന് 3-ാമത്തെ ദിവസം യുദ്ധം തുടങ്ങുകയാണ്. അപ്പം ഞങ്ങൾക്ക് ജൂൺ 10 വരെ ഞങ്ങളുടെ വിസയുടെ കാലാവധി ഉള്ളൂ. യുദ്ധം എത്രമാത്രം നീളുമെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. അത് നമ്മളെ ഒരുപാട് ബാധിച്ചു. വിസയുടെ കാര്യങ്ങൾ മുന്നോട്ടൊന്നും നീക്കാൻ പറ്റുന്നില്ല. അതേപോലെ പൈസയുടെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഒരുപാട് വിലയിച്ചു. വിസ വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മെഡിക്കലിന് പോയ ശേഷം ഇവൾക്ക് മെഡിക്കൽ റിപ്പോർട്ട് ഞങ്ങൾക്ക് 2 പേർക്കും 2 ഇടത്തായിട്ടാണ് മെഡിക്കലിന് കിട്ടിയത്. എനിക്ക് കിട്ടിയ ഒരു ദിവസം തന്നെയാണ് 2 സ്ഥാപനങ്ങളിലായിട്ട് ഞങ്ങൾക്ക് കിട്ടി. എനിക്ക് മെഡിക്കൽ ഓക്കെ ആയി. അതിനുശേഷം ഇവളുടെ മെഡിക്കൽ എടുക്കാനായിട്ട് കൊടുത്തു. അവിടെ പ്രീ മെഡിക്കൽ ഉണ്ടായിരുന്നു. ബാക്കി വൈഷ്ണവിക്ക് കൊടുക്കാമേ. അങ്ങനെ മെഡിക്കൽ എടുക്കാൻ പോയി. എനിക്ക് ആദ്യം പ്രീ മെഡിക്കൽ എടുത്തിട്ടാണ് ഒറിജിനൽ മെഡിക്കൽ എടുക്കണമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ ദിവസം ചെന്ന് പ്രീ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു 2-3 മണിക്കൂർ താമസമുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ. അങ്ങനെ അത് കഴിഞ്ഞ് അവർ വിളിച്ച് അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു റിസൾട്ട്. നമ്മൾ എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. ഇവളുടെ റിസൾട്ട് അറിഞ്ഞ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മെഡിക്കൽ റിജക്റ്റായി, എനിക്ക് എക്സ്റേക്കകത്ത് പ്രോബ്ലം ഉണ്ട്, ഹാർട്ടിനകത്ത് പ്രോബ്ലം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. മെഡിക്കൽ റിജക്റ്റായി. അപ്പോൾ പ്രീ മെഡിക്കൽ ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടെ വെക്കാം. നമ്മൾ അവിടെ എറണാകുളത്തായിരുന്നു മെഡിക്കൽ. എറണാകുളത്ത് തന്നെ നിന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് അടുത്ത മെഡിക്കൽ എടുത്തു. അപ്പോൾ അത് വേറൊരു സെൻറ്ററിലാണ് കിട്ടിയത്. അവിടെ ചെന്ന് പിറ്റേ ദിവസം അവിടെ ചെന്ന് ആ മെഡിക്കൽ എടുത്ത് നമ്മളന്നേരം ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ഉണമ്പടി തൈലം, ഉപ്പും കാശുരൂപം എല്ലാം വെച്ച് അവിടെ മെഡിക്കൽ എടുക്കാൻ പോയിരുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെഡിക്കലെല്ലാം എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പം തലേ ദിവസം എനിക്ക് റിജക്റ്റായ മെഡിക്കൽ പിറ്റേ ദിവസം എനിക്ക് ഓക്കെ ആയി. എൻ്റെ എക്സ്റേക്കകത്തൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. പിറ്റേ ദിവസം എല്ലാം ഓക്കെ ആക്കി. എൻ്റെ മാതാവ് എനിക്കെല്ലാം ഓക്കെ ആക്കി തന്നു. അങ്ങനെ മെഡിക്കലെല്ലാം ഓക്കെ ആയി. ഞങ്ങൾ തിരിച്ചു വന്നു. അന്നേരവും ഈ യുദ്ധത്തിൻ്റെ കാര്യം ഇങ്ങനെ നിൽക്കുക, ഒരു തീരുമാനമായിട്ടില്ല. നമ്മുടെ വിസയുടെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ വിസ എടുത്ത് മെഡിക്കൽ എടുത്ത് എല്ലാം ഒന്നുകൂടെ വരും. അപ്പം നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റണേ. കാരണം നമ്മൾ കൊടുത്ത പൈസയൊക്കെ ആണെങ്കിലും കടവാണ്. നമ്മൾ അവിടെ കയറി ചെന്ന് വർക്ക് ചെയ്താലേ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അവരിങ്ങനെ വിളിച്ചു. അവിടെ യുദ്ധം കഴിഞ്ഞു, എയർപോർട്ടൊക്കെ ഓപ്പണാക്കി, നിങ്ങൾ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞ് വിളിച്ചു. അത് അമ്മയുടെ വലിയൊരു ഇടപെടലായിരുന്നു. ഇവർ വിളിക്കുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് എൻ്റെ തിരിയിൽ മാതാവിൻ്റെ
രൂപം കാണാൻ പറ്റി. എൻ്റെ തിരിയിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം കണ്ടു. അത് ഞാൻ ഇവളെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ കണ്ടു എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. അതെല്ലാം മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അടയാളമായിരുന്നു കാണിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാം ബാക്കി കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി. ഞങ്ങളുടെ ടിക്കറ്റും എല്ലാം എടുത്തു. ഈ തിങ്കളാഴ്ച ഞങ്ങൾ കുവൈറ്റിലോട്ട് പോകുകയാണ്. ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ജോലി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വർക്കിനാണ് ഞങ്ങൾ പോകുന്നത്. തിങ്കളാഴ്ച വെളുപ്പിന് 5:30 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഞങ്ങൾ കുവൈറ്റിലോട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. കോസ്മെറ്റോളജിസ്റ്റായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ഞങ്ങൾ പഠിച്ച ഫീൽഡും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അത് അമ്മയും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തത് അനാഥാലയങ്ങളിൽ ഫുഡ് മേടിച്ചു കൊടുക്കുകയും അവിടെ സാധനം മേടിച്ചു കൊടുക്കുകയും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് കിട്ടിയ പത്രം നമ്മൾ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊണ്ട് കൊടുത്ത് അവരോടിങ്ങനെ കൃപാസനത്തെ പറ്റി പറയുകയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി പറയുകയും ഒക്കെ ചെയ്തു. ഇനി ഞങ്ങൾ തിങ്കളാഴ്ച പോവുകയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പ്രാർത്ഥന ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, ബൈബിള് വായിക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കുർബാന കൂടും. ഇതെല്ലാമാണ് ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഉടമ്പടിയുടെ തന്നെ സാക്ഷിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിന് തിരുക്കുമാരനും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണരാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21 6-ാം വചനമാണ്. ഉടമ്പടി ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തറിയുന്ന നിമിഷങ്ങളാണ് ഇവിടെ സാക്ഷ്യമായിട്ട് ഇവിടെ നമ്മളോട് പങ്കുചെയ്യുന്നത്. ഉടമ്പടിയിൽ ദൈവം തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ആത്മീയമായും ശാരീരികമായും മാനസികമായിട്ടും അനുഗ്രഹിക്കുന്നതായിട്ടാണ് നാം കേൾക്കുന്നത്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമുണ്ടാകുന്നത്. ആ ബന്ധം പുതുക്കിയാണ് നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. വൈഷ്ണവിയും സാന്ദ്രയും നമ്മളോട് ഷെയർ ചെയ്തത് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുചെയ്തത്. ഈ മക്കൾ പറഞ്ഞതുപോലെ വൈഷ്ണവിയുടെ അമ്മ ആണ് ആദ്യം ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വൈഷ്ണവിയുടെ അമ്മ കുവൈറ്റിൽ ജോലി കിട്ടി പോവുകയും അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ആ വഴിയിലൂടെയാണ് വൈഷ്ണവി സഞ്ചരിച്ചത്. പിന്നീടാണ് വൈഷ്ണവിയുടെ അമ്മ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഈ മക്കളോട് ഉടമ്പടി എടുക്കാനായിട്ട്. കാരണം 2020 സാന്ദ്ര കോസ്മെറ്റോളജി ആൻഡ് ഫാഷൻ ഡിസൈൻ കോഴ്സ് കംപ്ലീറ്റ് ആവുകയും വൈഷ്ണവി 2021 ഈ സെയിം കോഴ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്തു. ഓൾമോസ്റ്റ് 3-4 വർഷം അവരങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഓടി നടന്നു. പല രീതിയിലുള്ള സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടും പല രീതിയിൽ ചെയ്തു നോക്കി. പക്ഷേങ്കിൽ ഒരു പ്രോഗ്രസ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് കുവൈറ്റിൽ നിന്ന് അമ്മ വിളിച്ച് പറഞ്ഞത് ഈ മക്കളോട് ഉടമ്പടി എടുക്കാൻ. രണ്ടുപേരും വന്ന് ഉടമ്പടി എടുത്തു. വളരെ തീഷ്ണതയോടെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചത്. ഉടമ്പടി എടുത്ത ഉടനടി ആ 3-4 വർഷം കഴിയാത്ത കാര്യങ്ങളാണ് ഈശോയും അമ്മയും ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഫ്രീ കോഴ്സ് വരികയും അത് അവർക്ക് നന്നല്ല എന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും മനസ്സിലായി. കാരണം ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് അത് ശരിയാണോ, നമുക്ക് നല്ലതാണോ ഇല്ലയോ എന്ന് അമ്മയ്ക്കറിയാം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഫ്രീ കോഴ്സ് എല്ലാം നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഈ മക്കളും തീരുമാനിച്ചത്. പൈസേൻ്റെ ആവശ്യമില്ല, ഫ്രീ ആയിട്ട് കോഴ്സാണ്. പക്ഷേങ്കിൽ അത് അക്കൗണ്ടിൻ്റെ സെക്ഷനിലേക്കാണ് ജോലി കിട്ടി പോകുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയുന്ന ഈശോയും അമ്മയും നമുക്ക് ചില കാര്യങ്ങൾ നടത്താതെ വരും ജീവിതത്തിൽ. ഈ മക്കൾ ആ ഫ്രീ കോഴ്സിന് പോയെങ്കിലും ഫ്രീ വിസയ്ക്ക് പോയെങ്കിലും പക്ഷേ അതവിടെ കിട്ടാതാവുകയും പിന്നീട് അവർ ഫീ കൊടുത്ത് വിസയ്ക്ക് വെക്കുകയും പിന്നീട് എല്ലാ കാര്യവും മുന്നോട്ട് പോവുകയാണ്.
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിലേറ്റി ഈ സന്നിധിയിൽ പ്രത്യക്ഷമായപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അമ്മയ്ക്ക് സമയത്തിന് മേൽ നല്ലൊരു അധികാരമുണ്ട്. ആ അധികാരത്തിന് മേലാണ് ഈ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. 4-5 വർഷം സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടി എടുത്ത ഉടനടി ഈശോയും അമ്മയും ഇവിടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇവിടെ വിസ പ്രോസസ്സിങ്ങും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിച്ചു. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ കാര്യത്തിന് പോകുമ്പോഴും എല്ലാ കാര്യത്തിനും പോകുമ്പോൾ വിസയ്ക്ക് പോയപ്പോഴും 1 മാസം ലേറ്റ് ആവും കിട്ടുമെന്ന് പറയുമ്പോഴും ഈ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ആ 1 മാസം 3 മാസമാവും ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ മക്കൾ പ്രാർത്ഥിച്ചപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് അടുത്ത ആൾക്കും വിസ കിട്ടുകയാണ്. മെഡിക്കൽ ടെസ്റ്റിനും ആദ്യത്തെ ദിവസം ടെസ്റ്റ് ക്ലിയർ അല്ല, 2ാമത്തെ ദിവസം വീണ്ടും പോകും, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോകും. അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് ഡേ മെഡിക്കൽ ടെസ്റ്റ് ക്ലിയർ ആവുകയാണ്. ഇതെല്ലാമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓരോ കാര്യത്തിന് പോകുമ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതിൽ ഇടപെടുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ടിക്കറ്റിൻ്റെ മണി ആദ്യമൊക്കെ ഈ 4-5 വർഷം ഇവർക്ക് ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെങ്കിൽ ഇപ്പോഴിവിടെ ഈശോയും അമ്മയുമാണ് ഇടപെടുന്നത്. ആ ദൈവ സാന്നിധ്യമാണ് ഇവരെ മറ്റ് വ്യക്തികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. കാരണം അന്ന് ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇന്നും ആ ബുദ്ധിമുട്ടുകളിൽ തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ അമ്മ ഇടപെടുകയാണ്. അമ്മയോട് കരഞ്ഞു പറയുകയാണ്, അമ്മേ ഇത്രയും പൈസ ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഒരു മാറ്റം വെക്കുകയാണ്. അവിടുന്ന് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അവരിങ്ങോട്ടൊരു സഹായം പറയുകയാണ്, നിങ്ങൾ പതുക്കെ അടച്ചാൽ മതി, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബാക്കി പൈസ അയച്ചാൽ മതിയെന്ന്. ഇതാണ് പറയുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തരാണ്. മറ്റു മക്കളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാക്കുന്നത് ഉടമ്പടി മക്കളുടെ കാര്യത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടലാണ്. അങ്ങനെ ഇവർക്ക് ജോലി കിട്ടി, വിസ കിട്ടി, എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു ഈശോയുടെ അമ്മയുടെ ഇടപെടൽ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ടൈം ഷോർട്ടനി ചെയ്ത് പെട്ടെന്ന് തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയായിരുന്നു. മെഡിക്കൽ 1 ദിവസം കൊണ്ടും. യുദ്ധത്തിൻ്റെ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അമ്മ വീണ്ടും ഒരു അടയാളം കൊടുക്കുകയാണ്. സാന്ദ്രയ്ക്ക് മുല്ലപ്പൂവിൻ്റെ ആ സുഗന്ധാഭിഷേകവും വൈഷ്ണവിക്ക് മെഴുകുതിരിയിലെ മാതാവിൻ്റെ രൂപമാണ് കാണിച്ചു കൊടുത്തത്. ഇവിടെയും നമ്മൾ ഓരോ കാര്യം ചോദിക്കുമ്പോഴും അമ്മ സ്വന്തം അമ്മ എന്ന പോലെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ മക്കളുടെ കൂടെ പറയുകയാണ്, മക്കളെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, യുദ്ധം തീരും, നിങ്ങൾക്ക് പോകാമെന്ന ഒരു ഉറപ്പാണ് അമ്മ കാണിച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കരുതി വെച്ച അനുഗ്രഹങ്ങൾക്കായി ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണ്ണരാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കണ്ട് അവരെ ആനന്ദിപ്പിച്ചു. ഇന്ന് ഈ മക്കൾ സന്തോഷപൂർവ്വം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. മെയ് 4 ഈ മക്കൾ കുവൈറ്റിന് പോവുകയാണ്. കോസ്മെറ്റോളജി ആൻഡ് ഫാഷൻ ഡിസൈനിങ് 4-5 വർഷം പഠിച്ച് വെയിറ്റ് ചെയ്ത മക്കൾക്ക് ഉടമ്പടി എടുത്ത ഉടനടി ഈശോ അമ്മയും ഇടപെട്ട് നല്ല ജോലി 2 പേർക്കും ഒരേ സ്ഥാപനത്തിൽ കിട്ടുകയാണ്. അത് ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ മമ്മിയുടെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി വഴി ദൈവസന്നിധി ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൈഷ്ണവിക്കും സാന്ദ്രയ്ക്കും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.